രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. കേന്ദ്ര നടപടി ഹൈക്കോടതിയെ അറിയിക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം നൽകാതെ കേന്ദ്ര സർക്കാർ പകപോക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേന്ദ്രം അപഹസിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചു. UDF-നെതിരെ മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. കേന്ദ്രം പണം ആവശ്യപ്പെട്ട സംഭവം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് സർക്കാർ നീക്കം. കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ സഹായം പോലും നൽകാതെ പണം ചോദിച്ചത് കോടതിയിൽ ചൂണ്ടിക്കാട്ടും. വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം കേരളത്തിന്റെ ധനസ്ഥിതിയിൽ പണം നൽകാനാവില്ലെന്ന വിവരം കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കും. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേരളത്തോട് കേന്ദ്രം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പോലും അർഹമായ സഹായം നിഷേധിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായ നിലപാടാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത്. കേന്ദ്ര നടപടി നീതീകരിക്കാനാകാത്തതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിനോടൊരു നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തെയും കേരളത്തിലെ ഹൈക്കോടതിയെയും അറിയിക്കും. കേരളത്തിന് സഹായം ചെയ്യില്ലെന്ന് മാത്രമല്ല, അപഹസിക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും ധനമന്ത്രി. വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. പുനരധിവാസത്തെ അത് ബാധിക്കില്ല എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടും കൂടി പറയുകയാണ്. വിഷയത്തിൽ UDF-നെ വിമർശിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമാണ്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എന്താണ് ഒന്നിച്ചു നിൽക്കാൻ തടസ്സമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ട പ്രശ്നമല്ലേ? BJP ഒന്നിച്ചു നിൽക്കാത്തതിന് അവർക്ക് പരിമിതി ഉണ്ടാവും. കാരണം അവരുടെ നേതൃത്വത്തിലുള്ളൊരു കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കോൺഗ്രസിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? മുസ്ലിം ലീഗിന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? UDF-ന് എന്താ ഇതിൽ ഒന്നിച്ചിരിക്കുന്നതിൽ തടസ്സം? രക്ഷാദൌത്യത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് സർക്കാർ നീക്കം. 24 തൃശൂർ.